മണിപ്പൂരിൽ സുരക്ഷാ സേനയ്ക്കു നേരെ ആക്രമണം. മണിപ്പൂരിലെ ജിരിബാമിൽ ആയുധധാരികൾ പോലീസ് ഔട്ട്പോസ്റ്റിന് നേരെ വെടിയുതിർത്തു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അവിടെ യാതൊരു തരത്തിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്ന അന്തരീക്ഷമുണ്ട്. മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അതിനിടെ ഒരു സന്ദർശനത്തിന് 3ാം തവണ. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാധു, എന്നാൽ ഈ ജിരിബാമിലെ ആക്രമണത്തിൽ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല, ആളഭയമോ ഒന്നും തന്നെയില്ല. ഒരു പോലീസ് ഔട്ട്പോസ്റ്റിന് നേരെയായിരുന്നു ആയുധധാരികൾ വെടിവെപ്പ് നടത്തിയത്. പക്ഷേ എന്താണ് ഈ വെടിവെപ്പിന്റെ ഉദ്ദേശമെന്നോ അതിന് കാരണം എന്താണെന്നോ അതിലേക്ക് വഴിവെച്ചത് എന്താണെന്നോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിട്ടില്ല. അതിലേക്കുള്ള അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതേ ജിരിബാമിൽ തന്നെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്ന ജിരിബാമിൽ തന്നെയാണ് അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും കലാപബാധിത മേഖലകളിൽ ഈ കലാപബാധിതർ അവർ ചില സ്കൂളുകളിലായി ക്യാമ്പുകളിലായി താമസിക്കുന്നുണ്ട്. അവിടെ എത്തി നേരിട്ട് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അല്പസമയം മുമ്പ് എന്തായാലും ജിരിബാമിൽ തന്നെ ഈ ആക്രമണം ഉണ്ടായ ജിരിബാമിൽ തന്നെ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ 3ാമത്തെ സന്ദർശനമാണ് ഈ ആക്രമണം, ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നാലെ. ഇതിനുശേഷം ചുരാചന്ദ്പൂരിലും അതുപോലെ തന്നെ ബിഷ്ണുപൂർ ഉൾപ്പെടെയുള്ള ഈ ഗാംഗ്ടോക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നബാധിത മേഖലകളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. വൈകിട്ട് ഈ PCC അധ്യക്ഷൻ അവിടുത്തെ പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കണ്ട് ഒരു വാർത്താ സമ്മേളനം അടക്കം രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ കലാപബാധിത മേഖലകളിൽ ഉടനീളം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പുരോഗമിക്കും. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ രാഹുൽ ഗാന്ധി ആദ്യം എത്തിയ ഇടത്ത് തന്നെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള തരത്തിലടക്കം റിപ്പോർട്ടുകൾ വരുന്നത്. ഒപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ ഒരു ട്രാജഡി ടൂർ എന്ന് അടക്കം വിളിച്ച് BJP പരിഹസിക്കുന്നുമുണ്ട്. കാരണം ഇന്ന് മോദി റഷ്യയിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെ ഇന്ത്യയിൽ അസമിൽ പ്രളയം, മണിപ്പൂരിൽ കലാപബാധിത മേഖലയിൽ ഒട്ടും സ്ഥിതിഗതികൾ ആശ്വാസം ഏകുന്നില്ല. അതിനിടയിലാണ് മോദിയുടെ ഒരു മോസ്കോ ടൂർ. അതേസമയം കഴിഞ്ഞിട്ടെങ്കിലും മണിപ്പൂരിലേക്ക് സന്ദർശനം നടത്തണമെന്നുള്ളതാണ് പ്രതിപക്ഷം മോദിയോട് ആവശ്യപ്പെടുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.